ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. നയിക്കാൻ സുശീല കർക്കി. നേപ്പാളിൽ താൽക്കാലിക സർക്കാർ. നേപ്പാളിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ താൽക്കാലിക സർക്കാർ രൂപീകരിക്കുവാൻ ധാരണ. പ്രസിഡന്റ് രാംചന്ദ്ര പൌഡലിന്റെ സാന്നിധ്യത്തിൽ സൈനിക മേധാവി അശോക് രാജ് സിംഘൽ വിവിധ ജൻസി സംഘങ്ങളുമായി നടത്തിയ ചർച്ചകളിലാണ് സുശീല കർക്കിയെ ഭരണ ചുമതല ഏൽപ്പിക്കുവാനുള്ള ധാരണയിൽ എത്തിയത്. നേപ്പാൾ ഭരണഘടന അനുസരിച്ച് സുപ്രീംകോടതി മുൻ ജഡ്ജിമാർക്ക് വിരമിച്ച ശേഷം മറ്റ് ഭരണഘടനാ ചുമതലകൾ ഏറ്റെടുക്കാനാകില്ല. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഇളവുകളാകാമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. നേപ്പാൾ വൈദ്യുതി അതോറിറ്റിയുടെ മുൻ MD കുൽമാൻ ഗിസിംഗിന്റേതടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നെങ്കിലും സുശീല കർക്കിക്കാണ് കൂടുതൽ പിന്തുണ ലഭിച്ചത്. ജൻസി സംഘർഷത്തിൽ ഇന്ത്യക്കാർ അടക്കം 51 പേർ മരിച്ചതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആശങ്ക വേണ്ട, യോഗ്യരായ എല്ലാവരും വോട്ടർ പട്ടികയിലുണ്ടാകും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുന്നതിൽ വോട്ടർമാർക്ക് ആശങ്ക വേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. SIRൽ പുതിയ വോട്ടർ പട്ടിക തന്നെ തയ്യാറാക്കും. ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ബോധവൽക്കരണം നടത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ പ്രവർത്തനം. ആളുകൾക്ക് സമഗ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. ആശങ്കയുടെ ആവശ്യമില്ല, സുതാര്യവും ലളിതവുമായിരിക്കും പ്രവർത്തനമെന്ന് രത്തൻ യു ഖേൽക്കർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അനർഹർ പട്ടികയുടെ പുറത്തു പോകുമെന്നും യോഗ്യരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഷ്ട്രീയ പാർട്ടികൾക്കായി ബോധവൽക്കരണമുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പാർട്ടി നേതാക്കളെക്കുറിച്ച് അങ്ങനെയൊരു അഭിപ്രായം ഇല്ല. ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയിൽ സംശയം. മലക്കം മറിഞ്ഞ് ശരത് പ്രസാദ്. തൃശൂർ ജില്ലയിലെ CPIM നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ മലക്കം മറിഞ്ഞ് DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയിൽ സംശയമെന്ന് DYFI ജില്ലാ സെക്രട്ടറി. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതികരണം. ഓഡിയോയിൽ ഉള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും പാർട്ടി നേതാക്കളെ സംബന്ധിച്ച് തനിക്ക് അങ്ങനെയൊരു അഭിപ്രായം ഇല്ലെന്നും പോസ്റ്റിൽ പറയുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ ഗൂഢാലോചന നടത്തുന്നുവെന്നും ശരത് പ്രസാദ് പറയുന്നു. വസ്തുതാവിരുദ്ധവും കള്ളവുമായ കാര്യങ്ങളാണ് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെക്കുറിച്ച് ഓഡിയോ മുഖാന്തരം പ്രചരിപ്പിക്കുന്നതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു. രാഷ്ട്രീയ വിരോധത്താൽ പാർട്ടിയെയും പാർട്ടി സഖാക്കളെയും താഴ്ത്തിക്കെട്ടുന്നതിനും രാഷ്ട്രീയ മുതലെടുപ്പിനുമായി ഗൂഢാലോചന ചെയ്ത് പുറത്തുവിട്ടതാണ് ഓഡിയോ ക്ലിപ്പെന്ന് ശരത് പ്രസാദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കുവാൻ പ്രത്യേക സംഘം. നടൻ സൌബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കുവാൻ പ്രത്യേക സംഘം. എറണാകുളം DCP വിനോദ് പിള്ളയ്ക്കാണ് മേൽനോട്ട ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ച് DYSP ലത്തീഫ് അന്വേഷിക്കും. നിലവിൽ കേസ് അന്വേഷിക്കുന്ന സൌത്ത് SP രാജ്കുമാറും അന്വേഷണ സംഘത്തിലുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ DGPയെ സമീപിച്ചിരുന്നു. കേസ് അട്ടിമറിക്കുവാനുള്ള സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നത്. അരൂർ സ്വദേശി നൽകിയ പരാതിയിലാണ് കേസ്. 7 കോടി രൂപ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് താൻ ചിലവാക്കിയിരുന്നു. എന്നാൽ ലാഭവിഹിതം തനിക്ക് നൽകിയില്ല, തന്നെ പറഞ്ഞ് കബളിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു പരാതി. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിരുന്ന പരാതിയിലാണ് മരട് പോലീസ് സൌബിനെ പ്രതി ചേർത്ത് കേസെടുത്തത്. പ്രതികൾ പരാതിക്കാരന് 5.99 കോടി രൂപ തിരിച്ചു നൽകിയിരുന്നു. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയതിന് ശേഷം മാത്രമാണ് പ്രതികൾ ഇത് ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഒടിയന്റെയും ചാത്തന്റെയും ലോക. ദുൽഖറിന്റെയും ടൊവിനോയുടെയും പോസ്റ്ററെത്തി. ഡൊമിനിക് അരുണിന്റെ സംവിധാനത്തിൽ കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലോകയിലെ ദുൽഖർ സൽമാനെയും ടൊവിനോ തോമസിന്റെയും ക്യാരക്ടർ പോസ്റ്ററുകൾ റിലീസ് ചെയ്തു. ഇരുവരും ചിത്രത്തിന്റെ ഭാഗമാണെന്ന സർപ്രൈസ് അണിയറ പ്രവർത്തകർ ആദ്യമായി ഈ പോസ്റ്ററുകളിലൂടെയാണ് ഔദ്യോഗികമായി അറിയിച്ചത്. ചിത്രത്തിൽ മൈക്കിൾ എന്നു പേരുള്ള ചാത്തനായിട്ടായിരുന്നു ടൊവിനോയുടെ പ്രകടനം. പോസ്റ്ററിൽ അതിവേഗം പായുന്ന ചാത്തന്റെ ചിത്രമാണ് ഉള്ളത്. സ്വർണ്ണ പല്ലുകൾ കാട്ടി ചിരിച്ചുകൊണ്ട് ഒരു മാന്ത്രികന്റെ കുപ്പായവുമിട്ടാണ് ടൊവിനോയെ പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ 2ാം പകുതിയിലായിരുന്നു ടൊവിനോയുടെ ഭാഗങ്ങൾ. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും
അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് 10 വയസ്സുകാരിക്ക്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം അരീക്കോട് സ്വദേശിയായ 10 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി തോട്ടിൽ കുളിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതോടെ ആകെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 10 ആയി. അതേസമയം 1 മാസത്തിനിടെ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചവരുടെ എണ്ണം 6 ആയി. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കുവാനുള്ള ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ലക്ഷണങ്ങൾ. കുഞ്ഞുങ്ങളിൽ ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയരായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവയും കാണാറുണ്ട്. ചാർലി കിർക്കിന്റെ കൊലപാതകം, പ്രതി പിടിയിലായതായി ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ പോഡ്കാസ്റ്റർ ചാർലി കിർക്കിന്റെ കൊലപാതകയെ പിടികൂടിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ മാധ്യമമായ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് അറസ്റ്റിനെക്കുറിച്ചുള്ള സൂചന നൽകിയത്. അന്വേഷണ സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തെന്നാണ് ട്രംപ് സ്ഥിരീകരിക്കുന്നത്. കിർക്കിന് നേരെ വെടിയുതിർത്തതിന് ശേഷം പ്രതി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ FBI പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അറസ്റ്റ് സ്ഥിരീകരിച്ച് ട്രംപ് രംഗത്തെത്തുന്നത്. യൂട്ട വാലി സർവകലാശാല കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ചാർലി കിർക്കിന് നേരെ വെടിയുതിർത്തത്. യൂട്ട വാലി സർവകലാശാല കെട്ടിടത്തിന്റെ മേൽക്കൂരയിലൂടെ പ്രതി ഓടുന്നതാണ് ദൃശ്യം. ബുധനാഴ്ച യൂട്ട വാലി സർവകലാശാലയിൽ നടന്ന പരിപാടിക്കിടെയാണ് ചാർലി കിർക്കിന്റെ കഴുത്തിന് വെടിയേറ്റത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.